പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് സർക്കാർ പ്രത്യേക ഊന്നൽ നൽകുന്നുവെന്ന് മന്ത്രി ഒ.ആർ. കേളു. ഉന്നത വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവകുപ്പ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ വൻ മുന്നേറ്റമാണ് നടത്തുന്നതെന്നും മന്ത്രി കോഴിക്കോട് വടകരയിൽ പറഞ്ഞു. കോഴിക്കോട് വടകരയിൽ പ്രീ മെട്രിക് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒ.ആർ. കേളു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ വടക്കേ ഇന്ത്യയെ അപേക്ഷിച്ച് കേരളം ഏറെ മുന്നിലാണെന്നും മന്ത്രി പറഞ്ഞു. 824 കുട്ടികൾ ഇന്ന് ഇന്ത്യക്ക് പുറത്താണ്. ഒരു കുട്ടിക്ക് 25 ലക്ഷം രൂപ കൊടുത്തിട്ട് അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ, UK, ഇംഗ്ലണ്ടിൽ, അങ്ങനെ പല രാജ്യങ്ങളിലും അവർ പഠിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ് അവർ പറഞ്ഞ് അയക്കുകയാണ് അങ്ങോട്ട്. ആ പോയ കുട്ടികളിൽ 56 കുട്ടികൾക്ക് ഇപ്പോൾ അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടി. പുറമെ കേരളത്തിൽ നമ്മൾ MBBS പഠിക്കുന്നു, EPS പഠിപ്പിക്കുന്നു, IAS പഠിപ്പിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് നമ്മുടെ SC/ST വിഭാഗത്തിലെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ കരുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നായി 824 വിദ്യാർത്ഥികളാണ് രാജ്യത്തിൻ്റെ പുറത്ത് പഠിക്കുന്നത്. ഇതിൽ 56 പേർക്ക് പ്ലേസ്മെൻറ്റ് ലഭിച്ചു. പ്രീ മെട്രിക് ഹോസ്റ്റൽ പോലുള്ള സൗകര്യങ്ങൾ ഈ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തണമെന്നും കുട്ടികളുടെ എണ്ണക്കുറവ് പരിഹരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വടകര മുനിസിപ്പാലിറ്റി വൈസ് പ്രസിഡന്റ് PK സതീശൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് കുമാർ, നഗരസഭ കൗൺസിലർമാർ, പട്ടികവർഗ വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ KS ശ്രീരേഖ, ADMC മുഹമ്മദ് റഫീഖ്, പട്ടികവർഗ വികസന ഓഫീസർ AB ശ്രീജകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.